അപ്പോൾ നമ്മൾ ചെറുക്കൻ്റെ സർവീസ് ആയിരുന്നു 20,000 സർവീസ്. ടൊയോട്ടൻ്റെ ഒരു പുതിയ ബാഡ്ജിങ് ഒക്കെ ഇവിടെ വന്നു. സർവീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ബാഡ്ജിങ് കയറ്റി. ഏകദേശം 1 ഇയറും 4 മന്ത്സും ഇപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ വാങ്ങിയിട്ട് 20,000 കിലോമീറ്ററിൻ്റെ അടുത്തായി. 19,900 സംതിങ് കിലോമീറ്റർ ആയി. എന്നെ ഇത് നെട്ടിച്ച് കളഞ്ഞൊരു കാര്യമുണ്ട്. ഇതിൻ്റെ സർവീസിൻ്റെ ബില്ല് എത്ര ഉണ്ടാവും? 20,000 സർവീസിൻ്റെ ബില്ല് ഗസ് ചെയ്യാൻ പറ്റുമോ? അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ഗസ് ചെയ്യാം. സർവീസൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങളും കൂടി ഇതൊന്ന് കാണിക്കണമെന്ന് വെച്ചു. അതായത് കിടക്കുന്ന പാടത്ത് അറ്റത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുട്ടികൾ ഇങ്ങനെ സ്കൂൾ കുട്ടികൾ നിരനിരായിട്ട് വരമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ സ്കൂളിൽ നിന്ന് നേരെ ഈ പാടത്തിൻ്റെ നെല്ലും അതേപോലെ തന്നെ പാടത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം കുട്ടികൾ യൂണിഫോമിൽ ഇങ്ങനെ അങ്ങോട്ട് പാടത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അധ്യാപകരും കുട്ടികളൊക്കെ പാടത്തിലൂടെ വരമ്പിലൂടെ ഇങ്ങനെ നിരനിരയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ സർവീസ് ബില്ല് ഇത്രയും വലിയ 2,500 cc ഉള്ള ഈ ഒരു വാഹനത്തിന് എത്രയുണ്ടായിരിക്കും നമ്മുടെ സർവീസ് ബില്ല്? 20,000 കിലോമീറ്ററിൻ്റെ സർവീസ് ഏകദേശം ഞാനൊരു എക്സ്പെക്ട് ചെയ്തൊരു ബില്ല് എന്ന് പറഞ്ഞാൽ ഒരു 15,000 അല്ലെങ്കിൽ 20,000 റേഞ്ചിലൊക്കെയാണ് ഞാനൊരു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബില്ല്. കാരണം അത്യാവശ്യം സർവീസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്യാണ്ട്, അത്യാവശ്യം മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്യാണ്ടാവും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഈ ബില്ല് എന്നെ നെട്ടിച്ച് കളഞ്ഞു. ഇതിൻ്റെ സർവീസ് കോസ്റ്റാണ് എന്നെ നെട്ടിച്ച് കളഞ്ഞത്. ടൊയോട്ടയുടെ സർവീസ് കോസ്റ്റ് വളരെ ചീപ്പാണെന്ന് പറയുന്നത് വെറുതെ അല്ല. എനിക്ക് വന്നിട്ടുള്ള സർവീസിൻ്റെ കോസ്റ്റ് നോക്കിക്കോ, 10,046 രൂപ മാത്രമാണ് ഇത്രയും വലിയ 2,500 cc ഉള്ള ഈ ഒരു വാഹനം സർവീസിന് 20,000 കിലോമീറ്ററിന് കൊടുത്തിട്ട് എനിക്ക് ആകെ വന്നിട്ടുള്ള മെയിൻ്റനൻസ്. കാതടിപ്പിക്കുന്ന രീതിയിലുള്ള സൗണ്ട് ഒരു RX-ൻ്റെ സൗണ്ടാണ് പോയത്. അപ്പോൾ ഇത്രയും വലിയൊരു വാഹനം സർവീസ് ചെയ്തിട്ട് വെറും 10,046 രൂപ. കാരണം ഞാൻ ഇതിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസ് ചെയ്യുന്ന ഒരു ഡിസയർ ഉണ്ടായിരുന്നു. ഒരു ഏകദേശം 4 വർഷം മുമ്പൊക്കെ ആയിരുന്നത്. അത് അന്ന് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം 7,000 രൂപ 8,000 രൂപ റേഞ്ചിൽ സർവീസ് കോസ്റ്റ്, മാരുതിയുടെ സർവീസ് കോസ്റ്റ്. ടൊയോട്ടയുടെ ഈ ഒരു വാഹനം ഇത്രയും വലിയൊരു വാഹനമായിട്ട് പോലും ചെറിയ സർവീസ് കോസ്റ്റിൽ മാത്രമേ എനിക്ക് വന്നതുള്ളൂ. എനിക്ക് ഏറ്റവും അഭിമാനകരമായിട്ടൊരു കാര്യമാണ്. മാത്രമല്ല ടൊയോട്ട അതുകൊണ്ടാണ് എന്നും എല്ലാവരുടെയും ഒരു ഇൻസ്പിറേഷൻ. അല്ലെങ്കിൽ പിന്നെ എസ്പെഷ്യലി ഈ ഗൾഫുകാരൊക്കെ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം തപ്പുന്നത് ടൊയോട്ടയുടെ വാഹനം. കാരണം ഗൾഫ് കൺട്രീസിൽ ഒട്ടുമിക്ക വാഹനങ്ങൾ ടൊയോട്ട ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൺവിൻസ്ഡ് ആയിട്ട് അവരിതിനെപ്പറ്റി ബ്രാൻഡിനെ പറ്റി നന്നായിട്ട് അവയർനെസ് ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടെ വന്നിട്ടും ടൊയോട്ടയുടെ വാഹനങ്ങൾ മാത്രം പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എനിവേ നമ്മുടെ ചെറുക്കനെ നമ്മൾ കഴിഞ്ഞ മാസത്തിൽ ഡിസംബറിൽ നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ട്. ഞാൻ സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്ലാൻ ചെറുതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഒന്നാമത്തെ കാര്യം എനിക്ക് എൻ്റെ RC ബുക്ക് കിട്ടാൻ കുറച്ച് ഡിലേ വന്നു. പിന്നെ മാത്രമല്ല എൻ്റെ ഈ മന്തിൻ്റെ ഇയറിൻ്റെ ആയതുകൊണ്ട് എനിക്ക് അതിനകത്ത് കുറച്ച് പുതിയൊരു വാഹനം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഏതെന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഇനിയിപ്പോൾ ജനുവരിക്ക് പുതിയ ഇയർ വന്നതിന് ശേഷം 2025 വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ പുതിയ വാഹനങ്ങൾ എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ എന്നൊക്കെ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു സെയിലിൻ്റെ പരിപാടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് 2025 മാറ്റി. അപ്പോൾ ഇനിയിപ്പോൾ 20,000 കിലോമീറ്റർ സർവീസും കഴിഞ്ഞു. നമ്മുടെ ചെറുക്കനെ ഇനി സെയിൽ ചെയ്യണം. കാരണം വേറെ ഏതെങ്കിലും വാഹനത്തിലേക്ക് 5 സീറ്റ് ഏതെങ്കിലും ഒരു വാഹനത്തേക്ക് 7 സീറ്റിൻ്റെ ഓട്ടം നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് 5 സീറ്റ് ഏതെങ്കിലും ഒരു വാഹനത്തേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനം സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വാഹനം ഈ 20,000 കിലോമീറ്റർ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു വാഹനം ആർക്കെങ്കിലുമൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ തരാം. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാരണം മുമ്പത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്റ്റാഫിൻ്റെ നമ്പർ കൊടുത്തിട്ട് അവർക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയാത്ത കാരണം പലർക്കും അതിനെപ്പറ്റിയുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വാഹനം 2024 രജിസ്ട്രേഷനിൽ വരുന്നത് 2023 ഡിസംബർ അങ്ങോട്ട് മാനുഫാക്ചർ വരുന്നത് 24 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ടൊയോട്ട ഫോർച്യൂണറാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. എൻ്റെ പേരിൽ കിടക്കുന്ന വാഹനം തന്നെയാണ്. 19,900 സംതിങ് കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ വാഹനം ഓടിയിട്ടുള്ളത്. ശേഷം 1 lakh സംതിങ്ങിൻ്റെ എക്സ്ട്രാ ആക്സറീസ് കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ കാര്യങ്ങൾ അതേപോലെ ഫുൾ സ്പീക്കേഴ്സ്, സബ് വൂഫർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ആക്സറീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാഹനം ആയതുകൊണ്ട് വാഹനത്തിനെ പറ്റി എല്ലാ ഐറ്റംസ് കാര്യങ്ങളെല്ലാം അറിയുന്നതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ മാത്രം കൊണ്ടു നടന്നിട്ടുള്ള കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടു നടന്നിട്ടുള്ള ഒരു വാഹനമാണ്. എല്ലാ ഫുൾ സർവീസ് കാര്യങ്ങളെല്ലാം കമ്പനിയിൽ തന്നെ മാത്രം ചെയ്തിട്ടുള്ളൂ. ഒരു പെയിൻറ്റിംഗ് വർക്കോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് നടന്നിട്ടില്ല. എക്സ്റ്റീരിയറിലൊന്നും പെയിൻറ്റിംഗ് വർക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ 1-2 സ്ക്രാച്ചുകൾ മാത്രമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇൻറ്റീരിയറിൽ മാത്രം ഒന്ന് കഥ പറഞ്ഞിട്ട് കാര്യമില്ല. പുറത്തുള്ള ഇറങ്ങിയിട്ട് അതിൻ്റെ കാര്യങ്ങളോട് കാണിച്ചു തരാം. ബമ്പറിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൻ്റെ ഉമ്മരത്ത് നിന്ന് ചെറിയൊരു സ്ക്രാച്ച് ഇവിടെ വന്നു. അങ്ങനെ ചെറിയ പോരായ്മകൾ മാത്രമാണ് നമുക്ക് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇതിനകത്തൊരു പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. ലെജൻഡറിൽ 2 വീൽ ഡ്രൈവ് 4 വീൽ ഡ്രൈവ് എന്നുള്ള 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഈ വാഹനം 2 വീൽ ഡ്രൈവ് ആണ്. 2 വീൽ ഡ്രൈവ് ഇന്നത്തെ ഏകദേശം ഓൺ റോഡ് പ്രൈസിന് കൊണ്ട് 56-57 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 4 വീൽ ഡ്രൈവ് ആണെങ്കിൽ 60-ൻ്റെ മുകളിൽ വരും. ഈ വാഹനം വരുന്നത് 2 വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. പ്രൈസിങ് കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. കാരണം ഞാൻ പേഴ്സണലി ഉപയോഗിച്ചൊരു വാഹനമായതുകൊണ്ട് കച്ചവടത്തിന് വന്നൊരു വാഹനമായതുകൊണ്ട് അങ്ങനെ പ്രൈസിൻ്റെ ഫിക്സ്ഡ് പ്രൈസ് ഇത്രമാണ് എന്നുള്ളൊരു ബാർഗനിങ് ഇതൊന്നുമില്ല. ബാർഗനിങ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനം
ഞാൻ തരാവുന്നതാണ്. കാരണം ഏകദേശം ഒരു വർഷവും 4 മാസം ഞാൻ എനിക്ക് ഈ ഒരു വാഹനം യൂസ് ചെയ്തു. അന്ന് എനിക്ക് ഇറക്കിയ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു കോസ്റ്റ് 56 രൂപ റേഞ്ചിൽ തന്നെ അന്ന് എനിക്ക് കോസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് പ്രൈസ് കൂടിയേക്കാണ്. അപ്പോൾ ഈ മാസം എനിക്ക് പോകുന്ന 50,000 രൂപ അങ്ങാണ്ട് കൂടി നമ്മൾ ടയോട്ടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൈസിങ് അന്നത്തെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇന്ന് പ്രൈസ് കൂടുതൽ തന്നെയാണ്. ഏകദേശം 1 ലാഖിൻ്റെയോളം പ്രൈസ് കൂടിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് സെക്കൻഡ് വാഹനം എന്നുള്ളൊരു കൺസിഡറേഷനിൽ നമുക്ക് മാക്സിമം പ്രൈസ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തരാവുന്നതാണ്. പിന്നെ റിട്ടേൺ ടു ഇൻവോയ്സിൽ ഞാൻ പുതിയ ഇൻഷുറൻസ് കഴിഞ്ഞ ഒക്ടോബറിൽ അങ്ങോട്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ടോട്ടൽ ലോസ് ആയി കഴിഞ്ഞാൽ പോലും വാഹനത്തിൻ്റെ അന്നത്തെ ഓൺ റോഡ് അല്ലെങ്കിൽ ഇൻവോയ്സ് വാല്യൂയുടെ അതേ പ്രൈസ് നമുക്ക് IDU വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അത്രയും നമുക്ക് വാല്യൂ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് കിട്ടുന്നതാണ്. അതൊക്കെ എന്നെ പോലത്തെ കുറേ ആൾക്കാർക്ക് പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളായിട്ടൊക്കെ ഐഡിയ ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ള പോളിസി കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. സാധാരണ ഇതിൽ ഒരാളെ സംബന്ധിച്ചോളം IDB മാത്രം നോക്കിയിട്ട് എടുക്കും, അല്ലെങ്കിൽ ബമ്പർ ടോമ്പർ എടുക്കും. അപ്പോൾ അതിനൊക്കെ മുകളിൽ വേറെയും പോളിസികളുണ്ട്. കാരണം നമുക്കൊരു വാഹനം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനത്തിന് ടോട്ടൽ ലോസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻവോയ്സ് വാല്യൂ എത്രയാണ് അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും, നമുക്ക് അതിൻ്റെ എമൗണ്ട് അതായത് നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടുന്നതാണ് ഈ ഇൻഷുറൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഷുറൻസ് ഒക്കെയാണ് ഞാൻ ഈ ഒരു വാഹനത്തിന് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എടുക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും 30,000 അടുത്ത കിലോമീറ്റർ സർവീസ് ചെയ്യാന്നല്ലാതെ ഫിറ്റിംഗ്സോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ പേഴ്സണൽ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്ന പ്രൈസിങ് കാര്യങ്ങളും ബാക്കിയെല്ലാം നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രകൃതിയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടപ്പോഴാണ് ഈ പോകുന്ന വഴിക്ക് ഇവിടെ നിർത്തി വെക്കുന്ന കാഴ്ച കൂടി നിങ്ങളെ കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ ഒരുപാട് പേര് നല്ല രീതിയിൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.